കോഗ്നിഷൻ, സോഷ്യൽ സൈക്കോളജി, പേഴ്സണാലിറ്റി, ഇൻ്റലിജൻസ്. ഉഫ്, എന്തോരം പഠിച്ചാലാ. എല്ലാവരും നെറ്റ് എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? സോ എൻ്റെ ഒരു നെറ്റ് എക്സാം ജേർണി എങ്ങനെയായിരുന്നു, ആൻഡ് ഞാൻ നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സൈ ഷെയർ. സോ ഐ തിങ്ക് ഞാൻ ആദ്യമായിട്ട് നെറ്റ് എഴുതുന്നത് 2018 ആണോ 19 ആണോ, എനിക്ക് ഇയർ കറക്റ്റ് ഓർമ്മയില്ല. ബട്ട് ഞാൻ എൻ്റെ PG സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ്. സോ അതിന് മുന്നത്തെ നെറ്റ് എക്സാം എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു, ഞാൻ നെറ്റൊന്നും എഴുതാൻ പോകുന്നില്ല. പക്ഷെ പിന്നെ തീരാറായപ്പം എനിക്ക് തോന്നി എന്താ അവിടെ നടക്കുന്നതെന്നൊന്ന് അറിയാം, എങ്ങനെയാണ് ഈ പേപ്പേഴ്സൊക്കെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. ബിക്കോസ് MCQ ഞാനും ഒരിക്കലും ചേർന്ന് പോവില്ലാത്ത ഒരു സാധനമാണ്. ബിക്കോസ് എനിക്ക് റീകോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കാം, പക്ഷെ റെക്കഗ്നിഷൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരാളാണ്. സോ നമ്മളൊരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വേണ്ടുന്ന ഒരു സ്കില്ലെന്ന് പറയുന്നത് ഈ ഒരു റെക്കഗ്നിഷൻ സ്കില്ലാണ്. അപ്പൊ അത് കുറവാണെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ അതിന് മുന്നത്തെ അറ്റംപ്റ്റ്സ് ഒക്കെ മാറ്റി മാറ്റി വിട്ടത്. സോ ഞാൻ ഫസ്റ്റ് എഴുതുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേപ്പർ 1, 2, 3 മൂന്നെണ്ണം ഉണ്ടായിരുന്നു. രണ്ടെണ്ണം നമ്മളുടെ സബ്ജക്റ്റിന്റെ പേപ്പറും ഒരു ജനറൽ പേപ്പർ എന്നുള്ള രീതിയിലായിരുന്നു. ആൻഡ് മൂന്നാമത്തത് ഐ ഗസ് ഡിസ്ക്രിപ്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് ആ അറ്റംപ്റ്റിൽ തന്നെ നല്ല രീതിക്ക് മുഞ്ചിയായിരുന്നു. പക്ഷെ പിന്നീടുള്ള എക്സാംസ് ഈ ഓഫ്ലൈൻ മോഡ് മാറി, അല്ലെങ്കിൽ പേപ്പർ പെൻസിൽ മാറി, പിന്നീട് അത് ഓൺലൈൻ ടെസ്റ്റുകളായിട്ട് മാറുകയായിരുന്നു. സോ അങ്ങനെ 2020 ഞാൻ നെറ്റ് ക്രാക്ക് ചെയ്യുന്നത്. എൻ്റെ 4ാമത്തെ അറ്റംപ്റ്റിലാണ് ഒടുവിൽ നെറ്റ് ക്രാക്ക് ചെയ്യുന്നത്. സോ അപ്പോഴത്തേക്കൊക്കെ ആയപ്പോൾ നമ്മുടെ ആലുവയിലുള്ള അയോൺ സെന്ററിൽ വെച്ചിട്ടാണ് എല്ലാ തവണ എക്സാംസ്. അപ്പോൾ സ്ഥിരമായിട്ട് നെറ്റ് എക്സാം എഴുതാൻ പോകുന്ന ഒരു ഗ്യാങ് ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ PGക്ക് കൂടെ പഠിച്ചവരും ഡിഗ്രിക്ക് കൂടെ പഠിച്ചവരൊക്കെ പിന്നീട് കണ്ടുമുട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് ഈ നെറ്റ് എഴുതാൻ വരുന്ന സമയങ്ങളിലായിരിക്കും. സോ അങ്ങനെ UGCന്റെ പല ഇതും മാറി മാറി വന്ന് ഒടുവിൽ ഐ തിങ്ക് ലൈക്ക് നമ്മൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയ ആ ടൈമിലാണ് ഇൻഫാക്ട് എനിക്ക് അതിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ല, അതിന്റെ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് ഇൻഫാക്ട് എനിക്ക് നെറ്റ് കിട്ടുന്നത്. സോ ആ ടൈമിൽ ഐ തിങ്ക് ആ ഒരു കമ്പാരിറ്റീവ് സ്കോറിങ് അല്ലെങ്കിൽ നമ്മുടെ പെർസെൻറ്റേജ് കട്ട് ചെയ്യുന്നതൊക്കെ കുറച്ചും കൂടി ടഫർ ആയിരുന്നു ആ ഒരു എക്സാം. സോ ആ ഒരു സമയത്ത് കുറച്ചും കൂടെ നമ്മുടെ വാല്യുവേഷൻ ഈസി ആക്കിയതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറെ ആൾക്കാർ പറഞ്ഞു ചക്ക വീണു മുയൽ ചത്തു എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ കൂടിയും കുറച്ചൊക്കെ എൻ്റെ ഒരു എക്സാം പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ബിക്കോസ് 3 തവണ അറ്റംപ്റ്റ് ചെയ്ത് 4 തവണ അറ്റംപ്റ്റ് ചെയ്തിട്ടും കിട്ടാണ്ട് വന്നപ്പോൾ എനിക്ക് എന്നാ ഒന്ന് വാങ്ങിച്ചെടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് അതിനെന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് കുറേ യൂട്യൂബ് ചാനൽസും ആൻഡ് എസ്പെഷ്യലി ഐഫർ എന്ന് പറയുന്ന സെന്ററും തന്നെയാണ്. അവരുടെ യൂട്യൂബ് ചാനൽസ് തൊട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. പിന്നീട് അവരുടെ പേപ്പർ 1 മാത്രമായിട്ടുള്ള ഒരു കോഴ്സും ഞാൻ എടുത്തിരുന്നു. സോ പേപ്പർ 1 മാത്രമുള്ള കോഴ്സ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു നമ്മൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക സബ്ജക്ട് പേപ്പറിനായിരിക്കും. അപ്പൊ പേപ്പർ 1 നമുക്ക് എളുപ്പമായിരിക്കുമല്ലോ, ബിക്കോസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ അസേർഷൻ റീസണിങ് ഇതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് കോംപ്രിഹെൻഷൻസ് ഒക്കെ ആയിരിക്കും. ഇതൊക്കെ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ച് എല്ലാവരും വിടും. പക്ഷെ നമ്മളുടെ ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നം കാരണം അവസാനം ആ ഒരു DI പേപ്പേഴ്സ് DI സെക്ഷൻ വരുമ്പോഴത്തേക്കും, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ സെക്ഷൻ വരുമ്പോഴത്തേക്കും നമ്മളത് ഭയങ്കരമായിട്ട് സ്കിപ്പ് ചെയ്തും വിടും. പിന്നെ തോന്നുന്ന പോലെ ഞാൻ അതിന് മുന്നത്തെ 4 അറ്റംപ്റ്റിലും DI ഞാൻ മര്യാദയ്ക്ക് അറ്റംപ്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ ചുമ്മാ കറക്കി കുത്തി എനിക്ക് തോന്നുന്ന ആൻസർ എങ്കി പിങ്കി പോങ്കി കളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ പേപ്പർ 2ന്റെ അവസാനം വരുന്ന 2 പാരഗ്രാഫ്സും ഞാൻ വൃത്തിക്ക് നോക്കിയിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഐഫറിന്റെ കോഴ്സ് എടുത്തത് കൊണ്ടുണ്ടായ പ്രയോജനം എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ നമുക്ക് ഒരു ഷീറ്റ് തരും. സോ നമ്മൾ ഏതൊക്കെ പേപ്പേഴ്സ് പഠിച്ചു, ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അതിന്റെ നമ്മുടെ ഫസ്റ്റ് റിവിഷൻ കഴിഞ്ഞോ സെക്കൻഡ് റിവിഷൻ കഴിഞ്ഞോ, നമ്മൾ അതിന്റെ മോക്ക് ടെസ്റ്റ് എടുത്തോ എന്നൊക്കെയുള്ള രീതിയിലും, പിന്നെ അല്ലാതെ അവർ തന്നെ തരുന്ന മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, സോ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അത് ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് വന്നത്. സോ പിന്നീട് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന മോക്ക് പേപ്പേഴ്സിലെല്ലാം അതും കൂടെ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് ഈ ഒരു മാർക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ മാറ്റേണ്ടത് എന്നുള്ളത്. പേപ്പർ 1നും 2നും 10 ചാപ്റ്റേഴ്സ് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു മാർക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതും ഏറെക്കുറെ ഒരു ഈക്വൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും പോകുന്നുണ്ടായിരിക്കാം. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഞാൻ നെറ്റ് എഴുതിയിട്ടില്ല. സോ ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ ധാരണയില്ല. ഞാൻ എന്റെ നെറ്റ് എക്സാമിന്റെ ജേർണിനെ പറ്റി മാത്രമാണ് പറയുന്നത്.
അപ്പോൾ ഈ ഒരു മാർക്കിംഗ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടായപ്പോഴാണ് ഏത് ചാപ്റ്റേഴ്സിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടുന്നത്, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുറപ്പുള്ള സാധനങ്ങളെ നമ്മൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടെല്ലാം ഒരു ധാരണയാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. അപ്പൊ ഇതിൽ ഏറ്റവും ടഫായിട്ടുള്ള 2 പോർഷൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി ഈ ഡാറ്റ ഇന്റർപ്രിട്ടേഷനും പിന്നെ അതുപോലെ ലോജിക്കൽ റീസണിങ്ങും നമ്മളുടെ ഈ മാത്തമാറ്റിക്സ് വരുന്ന സാധനങ്ങൾ തന്നെയായിരുന്നു. സോ ഈ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞപ്പോൾ തന്നെ ബാക്കിയുള്ള ഒരുമാതിരിപ്പെട്ട ക്വസ്റ്റ്യൻസിനെല്ലാം, ഈ മാത്സ് വരുന്ന ഒരുമാതിരിപ്പെട്ട ക്വസ്റ്റ്യൻസിനെല്ലാം എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണയുണ്ടായി. അതുപോലെ എന്നെ സഹായിച്ച മറ്റ് യൂട്യൂബ് ചാനൽസ് ആണ് എക്സാം റേസ് എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു, പെനേഷ്യ ട്യൂട്ടർ എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ സൈക്കോളജിനെ പറ്റിയിട്ടാണെങ്കിൽ സൈക്ക് ട്യൂബർ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറേ യൂട്യൂബ് ചാനൽസിൽ നിന്നും തന്നെയാണ് ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം, കാരണം സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലും ഞാൻ ഭയങ്കര ബുക്ക് വായിച്ചിരുന്ന് പഠിച്ചെടുക്കാൻ മടിയുള്ള ആളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹെൽപ്ഫുൾ ആയത് ഇത്തരം വീഡിയോസ് ആണ്. ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്തും പറയാറ്, നിങ്ങൾ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസിനെ തന്നെ കൂടുതൽ ആശ്രയിക്കുന്നതായിരിക്കും. ലൈക്ക് ഒരു കോച്ചിങ് എടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ധാരാളം ഇത്തരം ചാനൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുന്നത് തന്നെയായിരിക്കും എളുപ്പം. സോ അത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 7-8 മണിക്കൂർ പഠിത്തത്തിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനത്തെ ഒരാളൊന്നും അല്ല ഞാൻ. ബേസിക്കലി ഞാൻ അത്യാവശ്യം നല്ല മടിയുള്ള, തോന്നുമ്പോൾ മാത്രം പഠിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ എൻ്റെ ഒരു സിസ്റ്റമാറ്റിക് രീതി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു ചാപ്റ്റർ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ ഇത്ര മോക്ക് ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇത്ര വീഡിയോസ് കാണും. അങ്ങനെ ഒരു പാറ്റേൺ ഞാൻ ബിൽഡ് ചെയ്തെടുത്തിരുന്നു. സോ പേപ്പർ 1-നാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ ടൈമിൽ കുറച്ച് കൂടുതൽ ഫോക്കസ് കൊടുത്തത്. പേപ്പർ 2-നെ സംബന്ധിച്ചിടത്തോളം കുറേയൊക്കെ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള തിയറീസ്, ലൈക്ക് പേഴ്സണാലിറ്റി തിയറീസ്, ഇന്റലിജൻസ് തിയറീസ് ഒക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുത്തു. അതിനുവേണ്ടി മാത്രമായിട്ട് കുറച്ച് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കിയെടുത്തു. പിന്നെ അവിടെ ഞാൻ കൂടുതൽ ഒരു മുൻഗണന കൊടുത്തത് റിസർച്ച് പേപ്പറിന് വേണ്ടിയിട്ടായിരുന്നു. സോ അതിൻ്റെ കൂടുതലും ക്വസ്റ്റ്യൻസിൽ കാണാറുള്ള ഒരു ടേം ആണ് ഈ ക്രോൺ ബാച്ച് ആൽഫ. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നുള്ള സാധനങ്ങളും മറ്റേ നമ്മളുടെ F ടെസ്റ്റ്, T ടെസ്റ്റ് ഒക്കെ നമ്മൾ നോർമലി SPSS ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ റിസർച്ചിൽ സാധാരണ പഠിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. സോ അതിന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞു തന്നൊരു സംഭവമായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ഈ റിസർച്ചിന്റെ മാത്രം ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളത്. അതായത് അവസാനത്തെ 2 നമ്മുടെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വരുമല്ലോ, സോ അതിനെ എടുത്തിട്ട് സോൾവ് ചെയ്ത് നോക്കുക എന്നുള്ളത്. അത് സോൾവ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഏറെക്കുറെ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പം ആ കഴിഞ്ഞ 4 വട്ടം അറ്റംപ്റ്റ് ചെയ്തപ്പോഴും നോക്കാണ്ടിരുന്ന പോർഷൻസ് എന്തൊക്കെയായിരുന്നു, അതിനാണ് ഞാൻ പിന്നീട് കൂടുതൽ മുൻതൂക്കം കൊടുത്തത് എന്നുള്ളതാണ് സത്യം. സോ അങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് ആക്ച്വലി നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റി. പക്ഷെ പിന്നീട് ഉള്ള ഒരു 2 തവണ ഞാൻ വീണ്ടും JRFന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് നെറ്റ് തന്നെയാണ് കിട്ടിയത്. പെർസെൻറ്റേജിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിരുന്നു എന്നല്ലാതെ. പിന്നെ നമ്മൾ വർക്കിലും കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് ബിസി ആയിരുന്നത് കൊണ്ട് എനിക്ക് JRFന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് എന്തൊക്കെയോ കുറച്ച് മാറ്റങ്ങൾ UGC വീണ്ടും കൊണ്ടുവരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് അല്ല, ബിക്കോസ് ഞാനിപ്പോൾ എഴുതാറില്ലാത്തതുകൊണ്ട്. മേ ബി പ്രോബബ്ലി നെക്സ്റ്റ് ടൈം ഞാൻ ഒന്നും കൂടെ JRFന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്യുമായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ ഞാൻ അന്നേരം അറിയിക്കാം. സോ ഇതൊക്കെയാണ് ബേസിക്കലി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവരും ഭയങ്കര പഠിപ്പിസ്റ്റുകളുടെയും അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നവരുടെയും കഥകൾ പറയുമ്പോൾ അതിൽ നിന്നും അത്യാവശ്യം കുറച്ച് ഉഴപ്പും അത്യാവശ്യം വേണ്ടുന്ന സമയത്ത് മാത്രമൊക്കെ ഇരുന്ന് ചെയ്ത ഒരാളുടെ ജേർണി എന്നുള്ള രീതിയിലാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. സോ കുറച്ചെങ്കിലും ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമ്മളുടെ ചാനലിൽ നമ്മൾ തുടർന്നും ഇടാൻ പോകുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ സൈക്കോളജി പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സൈക്കോളജിയോട് താല്പര്യമുള്ള ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. സോ അത്തരം വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരാം. ചിൽഡ്രൻ ടാറ്റാ ബൈ ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇനിയും ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ മറക്കരുത്. ഓൾസോ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്താനും മറക്കരുത്.